കൊമ്പങ്കാടാണ് അത്ര കൊമ്പങ്കാട് 2.5 കോടിന്റെ പേരാ 3.5 കോടിന്റെ പേരാർക്കാണ്ട് മനസ്സിനൊരു വള വാങ്ങിത്തരാൻ ഇവിടെ ആരും പോയി പോലെ എനിക്ക് ഒരു വള വാങ്ങിത്തരാതെ ഈ ബോർഡ് ഇവിടെ തൂങ്ങൂല. ഞാൻ ക്രിക്കറ്റ് കളിച്ചാ പോയപ്പച്ചിനോട് പറയണ്ട. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എന്താ കാര്യം? ആരെയും കേക്കണ്ട. അങ്ങോട്ട് നോക്കിയാ ആ കാക്ക കേട്ടിട്ടുണ്ട്. ആ കാക്ക കേട്ടിട്ട് എനിക്ക് എന്താ കാര്യം? ഇന്റെ ഒപ്പച്ചല്ലേ കേക്കണ്ടേ? അതിനോട് ചൂടാണ് പോയി പറയൊക്കെ വെറുതെ ഇറപ്പിച്ചാ നിക്കണ്ടോ. എന്റെ മുന്നിൽ പോയി അല്ലെങ്കിൽ കിട്ടും എനിക്ക്. ഞാൻ കേക്കായിട്ടല്ലതൊന്നും 2.5 കോടി 3.5 കോടി പറഞ്ഞതേ ഞാൻ നയിച്ചുണ്ടാക്കിയതാ. നാട്ടുകാരെന്തെങ്കിലും കാട്ടിന്ന് വന്നിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇജ്ജു അതേമാതിരി പറയാം. അനക്ക് എന്തിന്റെ കുറവാ ഇവിടെ ഉള്ളത്? എനിക്കിവിടെ ബിസ്ക്കറ്റ് ഇല്ല, ബൂസ്റ്റ് ഇല്ല, ഹോർലിക്സും ഇല്ല. അനക്കല്ല എന്താ മമ്മിയുള്ളത് ഇവിടെ? എനിക്കൊരു സ്വർണത്തിന്റെ വള വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര കാലായിക്കണേ? കൊമ്പങ്കാട്ടുകാർ ഒരു കാര്യത്തിലും നോ പറഞ്ഞ ചരിത്രല്ല. പറഞ്ഞു എനിക്ക് 2 S കിട്ടി. അതന്നെ ഞാനും പറഞ്ഞത്. SS ഗോൾഡ് അവിടെ നമ്മൾ ഏത് വളർത്താലും ഗ്രാമിന് 200 റുപ്യനുള്ളൂ ഇപ്പൊ പഠിക്കൂലി. അത് മാത്രല്ല SS ഗോൾഡിക്ക് ഞാൻ പോവാൻ വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മൾ 6 മാസത്തിന് ഗൾഫിക്ക് പോവാണല്ലോ. അപ്പൊ ഇജ്ജുണ്ടല്ലോ പൊട്ടിയതും ഞെളിഞ്ഞതൊക്കെ കൂടെ ഒരു വർണ്ണക്കടലാസിൽ പോയി വെച്ചു കുറച്ച് സ്വർണം അത് അവിടെ കൊണ്ടേ കൊടുക്കണം. അവിടെ കൊണ്ടുവച്ചിട്ടെത്താ സൈനാത്തുണ്ടാവും അവിടെ. 6 മാസം കഴിഞ്ഞിട്ട് വരുമ്പോഴേ പണിക്കൂലി ഇല്ലാതെ പുതിയ സ്വർണ്ണം കിട്ടും. കോയിനേറ്റാ കളി. അപ്പൊ മോൾട്ടിന്റെ തല്ലിനൊരു തീരുമാനമില്ല. ഓളം തന്നെ കാട്ടിയേ ഓളെ 2 കച്ചോണ്ടിന്റെ ഇവിടെ തച്ചു. ഒരു ഓവറും കൂടെ ഉള്ളൂ കേട്ടോ. ഇവിടെ വാന്ന് എന്റെ ഉള്ള ഓവർ ഞാൻ കഴിച്ചു. ഇജ്ജ് കാട്ടുന്നതൊക്കെ ഞാൻ ക്യാമറയിൽ കണ്ടതാണ്. ഇജ്ജ് ഇവിടെ SS ഗോൾഡ് പോയി കണ്ടേ? അതാ തന്റെ പറച്ചോനെ മൈമൂൻ എന്റെ ഒപ്പല്ലോ മോൾട്ടിന്റെ ഒപ്പം ആചാരൊക്കെ ഞാൻ വിളിച്ചിട്ടുള്ള ബോക്കൊരു വളം എടുക്കണം. മോൾട്ടിയെ ഇന്ന് ഞാൻ ഗോൾഡൻ ഡക്കായി. ആരെ ഈ ബോർഡ് എടുത്തേ? അത് മോൾട്ടി നോ ബോൾ എറിഞ്ഞാണ് പച്ചേ അടച്ചോനെ.